ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കിച്ചൺ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പം ഇന്ന് വന്നിട്ട് രാത്രി 7 മണിയായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. കൊഴുക്കട്ട തന്നെ പറയാം, നമ്മളിവിടെ കൊഴുക്കട്ട എന്നാണ് കേട്ടോ പറയാം. അപ്പം എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര പൂതി അത് ഉണ്ടാക്കാൻ. അപ്പം ഇവിടെ പത്തിരിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേഗം അത് ഉണ്ടാക്കാം. എടുക്കാം തേങ്ങ. ഫസ്റ്റ് നമുക്ക് ശർക്കര അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഉരുക്കിയെടുക്കണം. സത്യം പറഞ്ഞാൽ ഈ കുക്കിങ്ങൊക്കെ മെനക്കെടാണ്. പിന്നെ എനിക്ക് എന്താ പെട്ടെന്നൊരു പൂതി വന്നു ഇത് ഉണ്ടാക്കാന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഉരുക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ. ഇതിലാണ് നോർമലി ഇവിടെ ഉരുക്കാറ്. എനിക്കറിയില്ല, ഇതിലിട്ടിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ അമ്മ അതിൽ വെള്ളം ഒഴിക്കണോ? ശർക്കര ഉരുക്കുമ്പോൾ വെള്ളം ഒഴിക്കണോ കുറേ? അമ്മ സീരിയലിന് മുഴുകിയിരിക്കുന്നു. ഇപ്പോൾ വിളിച്ചാലും ഒരു അന്തം ഉണ്ടാവില്ല. ഇവിടെ എന്താ പറയുക, നമ്മൾ ലേറ്റില്ലാതെ നമ്മുടെ ഇവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ആകപ്പാട് ഒരുമാതിരി ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ലൈറ്റിൻ്റെ കുറവ് കേട്ടോ. അപ്പം നമുക്ക് റിംഗ് ലൈറ്റ് ഒന്നും എടുത്ത് കൊണ്ടുവന്ന സെറ്റപ്പിനൊന്നും സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ശർക്കര ഇപ്പം എത്ര എടുക്കണം എന്നൊരു ഐഡിയ ഇല്ല. നമ്മൾ കുറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഞാൻ എത്രയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. എത്ര എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യുക, അതിലേക്ക് കുറച്ചൊന്ന് ഇതെന്താ കരിഞ്ഞെടുക്കുന്നത്, അതെന്തോ ഇരിക്കട്ടെ തോന്നുന്നുണ്ട് ഗൈസ്. കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചെടുക്കാം. അത്ര മതിയാവും തോന്നുന്നു, എനിക്കറിയില്ല. എന്നിട്ട് നമുക്ക് ശർക്കര ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ചെറിയ രീതിയിൽ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനങ്ങനെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ഗൈസ്. എനിക്കാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടോ എപ്പോഴും എനിക്കിങ്ങനെ കൈ തുടച്ചുകൊണ്ടിരിക്കണം. എനിക്ക് നനഞ്ഞിരുന്നാൽ ഒരുമാതിരിയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് തുണി എടുക്കാണ് കേട്ടോ. കണ്ടോ, നമ്മൾ പോവാണ്. അപ്പം ഇവിടെ നോക്കട്ടെ, ഇവിടെ പ്രാണി ഇവിടെയൊക്കെ ഇപ്പോൾ ലൈറ്റ് ഓഫാക്കിയിരിക്കുകയാണ്. നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ലൈറ്റ് ഇടുന്നു. പിന്നെ ഇവിടെ തുണിയൊക്കെ ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഇവിടെ ലൈറ്റ് ഇടാറില്ല. പിന്നെ നമ്മൾ ഉള്ളിലിപ്പോൾ ബാത്റൂമും പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പുറത്തേക്ക് വരുന്നത് വളരെ കുറവാണ് ഇവിടെയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇത് മുറിച്ചിടട്ടെ എന്നല്ല, ബട്ട് ഇനി ഞാൻ മുറിച്ചിടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പിന്നെ നമുക്ക് കുത്തിയൊക്കെ ഇടേണ്ടി വരും, അത് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതേമാതിരി ഒന്നായിട്ട് ഇട്ടു കേട്ടോ. നല്ല മഴ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് പൊടി എടുത്തുകൊണ്ടെന്ന് പൊടി വാട്ടണം എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൊടി വാട്ടാനുള്ള പരിപാടിക്ക് നടക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. തുറന്നിട്ട് കിട്ടുന്നില്ല. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പാത്രമായിട്ട്. അപ്പോൾ നമ്മുടെ പൊടി ഇതേ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രമാണ് എടുത്ത് കിട്ടുന്നത്. റിസ്ക്കാണ് ഗൈസ്. നിങ്ങളിത് കാണാതെ പോകരുത്. നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോണ്ടന്റ് ആയിട്ട് വരുന്നു. സോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഒരുക്കി വരുന്നുണ്ട് കേട്ടോ, ഏകദേശം ഒരുക്കി വരുന്നുണ്ട്. ആയിട്ടുണ്ട് ഗൈസ്. പുകടിച്ചു കണ്ടോ, ഇതായിട്ടുണ്ട്. അയ്യോ, കൈ പൊളിക്ക്. ഉരുകിയിട്ടുണ്ട്. ഒരാണ് ഇവിടെ എടുക്കട്ടോ. ഇതിടുമ്പോൾ മേലേക്ക് ചിന്തും. പതുക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കാം. മേലേക്ക് തെറിച്ചാലേ പൊള്ളിയാലേ പണിയാവും ഗൈസ്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഇതിങ്ങനെ ഒഴിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടം. പക്ഷെ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഇതെന്നെ ഇങ്ങനെ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകി വെക്കൽ, അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊന്നും ഉണ്ടാക്കാൻ തോന്നില്ല. നമുക്കല്ല, എനിക്ക്. നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ടിട്ട് വാട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ത് വെള്ളത്തിലായി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് വന്നിട്ട് ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയായിരിക്കും. കുറച്ച് ഉപ്പ് മതി. പോരെ ഇടുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് ഇടുന്നത്. ഇത്ര മതി. കുറച്ചുകൂടെ നമ്മുടെ വീട്ടിലത്തെ ചിരവ കേട് വന്നു. അപ്പം നമ്മളിത് എന്ത് ചെയ്യും, തേങ്ങ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കുകയാണ് കേട്ടോ ചെയ്യുക. കാരണം ചിരവ കേട് വന്നു.
ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം അപ്പോൾ ഇവിടെ തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടിയിട്ട് എടുക്കണം. എത്ര അളവ് എനിക്കറിയില്ല, അത് തിളച്ചില്ല നല്ലോണം. പൊടി വീഡിയോ നോക്കണ്ട. അപ്പോൾ ഇതിൽ തേങ്ങ നല്ല കുറവാണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ നല്ലോണം കുറഞ്ഞു, കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ട് വരട്ടോ. ഇപ്പം നമ്മളിത് കുറച്ച് തേങ്ങ നല്ലോണം അരങ്ങായി. ഇത് എന്താവും എന്തോ. കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് സെറ്റായി. ഇത് ഞാൻ തണുത്ത റെഡിയാവും. അങ്ങനെയാക്ക് ഉള്ളോട്ട്. ഒട്ടുണ്ട് അതിന് ഒന്ന് വെള്ളം തൊടുക. ഞാനത് പിടിക്കാനാ പറഞ്ഞു. അതങ്ങനെ വെള്ളമാക്കിയത് ഞാൻ എന്നോട്. വെള്ളമാക്കിയില്ലെങ്കിലും അല്ലെങ്കിൽ ഇവിടെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാക്കും? ഇതിപ്പോ വറ്റിച്ചിട്ട് ഈ സാധനം കേട്ടോ ഇത്ര മതിലേ. അതിനാണ് കുറച്ച് വലിയ ഉണ്ടാക്കണം. ഇങ്ങനെ വേണം. എന്താട്ടോ ഇത് പിടിക്കും. ഇത്ര ആവണുള്ളമ്മ. നമ്മുടെ സാധനം ഇതാണ് ഇട്ടത്. എന്താ പ്രശ്നം വന്നേക്ക് ശർക്കര ഉരുക്കണ്ടായിരുന്നു. ഉരുക്കിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് ഫില്ല് ചെയ്തിട്ട് ഇത് അടയ്ക്കാനേ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ ആകപ്പാട് ഒരുമാതിരിയായി. പിന്നെ നമ്മളെന്തായാലും ഈ രീതിയിലാണ് കഴിക്കുന്നത്. നമ്മളത് കഷ്ണം മുറിച്ചിട്ടാണല്ലോ നമ്മൾ കഴിക്കുക. അപ്പോൾ കുഴപ്പമില്ല. ഉണ്ണിമോളെ അന്ന് ചൂടാറിക്കോട്ടെ, അല്ലാതെ എങ്ങനെയൊക്കെയാ തിന്നല്? ചേമ്പത്ത് വായലിട്ട മാതിരി ഉണ്ടാവും. ഫില്ല് ചെയ്ത് വളരെ കുറവ്. അത് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചൂടാറിയിട്ട് വേണം കഴിക്കാൻ. അല്ലാതെ നമുക്ക് ഈ ചൂടിൽ ഇപ്പം എന്ത് ടേസ്റ്റാണ് കിട്ടണം? ഹലോ ഗൈസ്, അപ്പം നമ്മൾ സാധനമൊക്കെ റെഡി ആക്കിയിട്ട് സത്യം പറഞ്ഞാൽ നല്ല പോലെ പാളിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, അതൊന്നും സീനില്ല. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ. അത് സൗണ്ട് ഉണ്ടാക്കില്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ.